നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ ലക്ഷങ്ങളുടെ നാശം. നിരവധി വീടുകളും കാർഷിക വിളകളും നശിച്ചു. KSEBിക്ക് കേളകം സെക്ഷനിൽ മാത്രം 50 ലക്ഷം രൂപയുടെ നാശം. മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. ആറളം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും മഞ്ഞപ്പിത്തം. പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും തേക്കുമരങ്ങൾ മോഷണം പോയ സംഭവം ജനപ്രതിനിധികളിൽ പ്രതീക്ഷയർപ്പിച്ച കുടുംബം. ദുരന്ത നിവാരണ വകുപ്പിന്റെ ലിവിംഗ് ലാബ് പദ്ധതി കണിച്ചാർ പഞ്ചായത്തിൽ അനുവദിച്ച് ഉത്തരവായി. കണിച്ചാറിലെ ദുരന്ത ആഘാതങ്ങൾ ഒരു പ്രത്യേക കേസായി പരിഗണിച്ചാണ് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ. വാർത്തകൾ വിശദമായി. മലയോര മേഖലയിൽ മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്നു. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. മലയോര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്നത്. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും ഉൾപ്പെടെ 13 പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് 2 വിദ്യാർത്ഥികൾക്കാണ് രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കുകയായിരുന്നു. അധ്യാപകർക്കും രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് മേഖലയിൽ പരിശോധന ശക്തമാക്കി. സ്കൂളിലെ കിണറും സമീപത്തെ ഹോട്ടലുകളിലെയും വീടുകളിലെയും കുടിവെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മേഖലയിൽ ക്ലോറിനേഷൻ നടത്തുകയും മഞ്ഞപ്പിത്തത്തിനെതിരെ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ചുള്ള ലഘുലേഖകൾ എല്ലാ വീടുകളിലും വിതരണവും ചെയ്തു. പായം പഞ്ചായത്തിലെ പായം മേഖലയിലും മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശുചിത്വ പാലനവും രോഗം പടരാതിരിക്കുവാൻ മുൻകരുതൽ സ്വീകരിക്കുവാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായി കീഴ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. നിരവധി വീടുകളും കാർഷിക വിളകളും നശിച്ചു. KSEBിക്ക് കേളകം സെക്ഷനിൽ മാത്രം 50 ലക്ഷം രൂപയുടെ നാശം. ശക്തമായ കാറ്റിൽ കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിൽ കനത്ത നാശനഷ്ടം. 2 ദിവസങ്ങളിലായി രാത്രിയോടെയുണ്ടായ കാറ്റിലാണ് കനത്ത നാശമുണ്ടായത്. മലയോര മേഖലയിലെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. 60ഓളം കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചു. വൈദ്യുത തൂണുകൾ തകരുകയും വൈദ്യുത ലൈനുകൾ പൊട്ടിവീണും വലിയ നാശനഷ്ടമാണ് KSEBിക്കുണ്ടായത്. കേളകം പഞ്ചായത്തിൽ 7 വീടുകൾക്ക് മുകളിൽ മരം കടപുഴകി വീണു. കൊട്ടിയൂർ പഞ്ചായത്തിൽ 7 വീടുകളിലും കണിച്ചാർ പഞ്ചായത്തിൽ 10 വീടുകൾക്ക് മുകളിലുമാണ് മരം വീണത്. കേളകം പഞ്ചായത്തിൽ 16ഓളം കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചു. 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ 40ഓളം കർഷകർക്ക് കൃഷിനാശമുണ്ടായി. 25 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്ക്. കണിച്ചാർ പഞ്ചായത്തിൽ 10 ലക്ഷം രൂപയുടെ കൃഷി നശിച്ചു. 50 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് KSEBിക്ക് ഉണ്ടായത്. വെള്ളിയാഴ്ചയും മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പേരാവൂർ തിരുവോണപ്പുറത്ത് വൈദ്യുത തൂൺ ബസിനും ബൈക്കിനും മുകളിലേക്ക് വീണ അപകടം 2 പേർക്ക് പരിക്ക്. പേരാവൂർ തിരുവോണപ്പുറത്ത് വൈദ്യുത തൂൺ ബസിനും ബൈക്കിനും മുകളിലേക്ക് വീണ അപകടം 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കാശിനാഥൻ ബസിന്റെ മുൻഭാഗത്ത് മുകളിലായാണ് വൈദ്യുത തൂൺ പൊട്ടി വീണത്. മരം വീണ് താഴ്ന്നു കിടന്ന വൈദ്യുത ലൈനിലേക്ക് ബസ് തട്ടി വൈദ്യുത പോസ്റ്റ് ഉൾപ്പെടെ ബസിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. പുറകിൽ വരികയായിരുന്ന ബൈക്കിന് മുകളിലേക്കും വൈദ്യുത തൂൺ വീണു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കോടഞ്ചൽ സ്വദേശികളായ മനോജ്, ഇനാഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പേരാവൂർ സൈറസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ശക്തമായ കാറ്റിൽ പേരാവൂർ ചെവിടിക്കുന്ന് മേഖലയിൽ വൻ നാശനഷ്ടം. പ്രദേശത്ത് കാറ്റിൽ തെങ്ങുൾപ്പെടെ നിരവധി മരങ്ങളാണ് പൊട്ടിവീണത്. വൈദ്യുതി കേബിൾ മേഖലയിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ പേരാവൂർ ചെവിടിക്കുന്ന് മേഖലയിൽ വൻ നാശനഷ്ടം. പ്രദേശത്ത് കാറ്റിൽ തെങ്ങുൾപ്പെടെ നിരവധി മരങ്ങളാണ് പൊട്ടിവീണത്. വൈദ്യുതി കേബിൾ മേഖലയിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ചെവിടിക്കുന്നിലെ നിസാർ കൊട്ടാരത്തിൽ അജ്നാസ്, പടിക്കലക്കണ്ടി, ചാണപ്പാറ നസീർ, തോട്ടുങ്കര ഗോവിന്ദൻ, മാറിയാലിൽ റജി, കാട്ടുമാടം മഷൂർ എന്നിവരുടെ സ്ഥലത്തുള്ള മരങ്ങളാണ് കാറ്റിൽ പൊട്ടിവീണത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും തേക്കുമരങ്ങൾ മോഷണം പോയി. തിലങ്കേരി ശങ്കരൻകണ്ടി നഗറിലെ SK സീതയ്ക്ക് ലഭിച്ചത് 14 ലക്ഷത്തിന്റെ പിഴ. പ്രശ്നം പരിഹരിക്കും എന്നുള്ള സ്ഥലം MLA ഉൾപ്പെടെയുള്ളവരുടെ ഉറപ്പിലാണ് ഇന്നീ കുടുംബം മുന്നോട്ടു പോകുന്നത്. പതിച്ചു കിട്ടിയ ഭൂമിയിലെ തേക്കുമരം മോഷ്ടാക്കൾ മുറിച്ച് കടത്തിയതിന് 14,66,700
834 രൂപയാണ് റവന്യൂ വകുപ്പ് തില്ലങ്കേരി ശങ്കരങ്കണ്ടി നഗറിലെ SK സീതയ്ക്ക് പിഴ നൽകിയത്. 20 കൊല്ലം മുൻപ് നടന്ന സംഭവത്തിൽ നോട്ടീസ് ലഭിച്ചതോടെ അമ്പരന്നിരിക്കുന്ന കുടുംബത്തിന് ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും വാക്കുകളിൽ മാത്രമാണ് ആശ്വാസം. എപ്പോൾ വന്നതിന് അറിവുകളൊന്നും നമുക്കറിയില്ല. നമ്മളെന്താ ഇവിടെയാണ് താമസം. അവിടെ അന്നേരം പിന്നെ വീടൊന്നും സാധനങ്ങൾ അവിടെ ഇല്ല. ഷെഡായിട്ട് നമ്മളെ അവിടെ താമസമാണ്. താമസം അന്നേരം താമസം ഗർഭിണിയാണ് അന്നേരം ആ സമയം. എത്ര കൊല്ലം ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് അന്ന് ഇത് കൊണ്ടുപോയത് നമ്മളന്നേരമൊക്കെ അവിടെ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? അവിടെ പിച്ച് മൂവിയായിട്ട് അവിടെ നിന്നിട്ടില്ല. ഇങ്ങനെ ഇവർക്ക് രോഗമായി ഇങ്ങനെ ഒരു അവസ്ഥയാണ് അന്നേരക്ക് ഉള്ളത്. എത്ര പൈസ അടക്കണം? ഇപ്പോൾ ഈ പറഞ്ഞ തുക ഇടാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര? 14 ലക്ഷം. എന്താ പറയുന്നവര്? അവരെന്ത് പറയാൻ, നമ്മളെ ഇന്നലെ ഇവരുടെ ടീച്ചർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം പറഞ്ഞു ശരിയാക്കാന്ന് പറയുന്നുണ്ടല്ലോ. ഈ രോഗിനെ കൊണ്ട് ഞാൻ എന്ത് ചെലവാക്കാൻ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്നാ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അസുഖം ഇങ്ങനെ ക്യാൻസറിന്റെ അവസ്ഥയാണുള്ളത്. ബുദ്ധിമുട്ട്. നാളെ പണിയെടുത്ത് എത്ര നമ്മളെ ചിലവും വേണോ, വീട്ടു ചിലവും വേണോ, ഈ മാസം ഇപ്പോൾ 1000 രൂപ മറ്റും വാങ്ങണം. ഇതെല്ലാം എവിടെ ഉണ്ടാക്കുന്നത് സാറേ? 2003 മട്ടന്നൂർ കീച്ചേരിയിൽ സീതയ്ക്ക് 1 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയത്. മരങ്ങൾ മുറിക്കരുത് എന്ന നിബന്ധനയോടെയായിരുന്നു പട്ടയം നൽകിയത്. തില്ലങ്കേരി ശങ്കരങ്കണ്ടി നഗറിലെ തറവാട്ട് വീട്ടിൽ നിന്നും സീതയും മക്കളും പതിച്ചു കിട്ടിയ ഭൂമിയിൽ വീട് വെച്ച് താമസം തുടങ്ങി. അതിനിടയിൽ മകൾ മരിച്ചതോടെ വീണ്ടും ശങ്കരങ്കണ്ടിയിലെ സഹോദരി ഇന്ദിരയുടെ വീട്ടിലേക്ക് താമസം മാറി. അതിനിടയിലാണ് ഇവർക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും തേക്ക് മരം മോഷ്ടിക്കപ്പെട്ടത്. ഇതേക്കുറിച്ച് കുടുംബം പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നുവെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച് അന്നത്തെ തലശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഇവർക്ക് 14,66,834 രൂപയുടെ പിഴ ഈടാക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. താമസമല്ല ഇവിടെ തന്നെയാണ്. അന്നേരമാണ് അവർ ഈ മരം എല്ലാം മുറിച്ചുകൊണ്ടുപോയി. അന്നേരം അച്ഛൻ പോയി അന്വേഷിച്ചു. അത് ആളെ അറിയുമ്പോഴേക്കാണ് അച്ഛൻ പോയിട്ട് അന്വേഷിച്ചത്. ആ സമയത്ത് അച്ഛൻ അവിടെ പോയി പിന്നെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പരാതി കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ അന്വേഷിക്കാം, നിങ്ങളിപ്പം പോടുന്നു. ആ ഒരു വാക്ക് മാത്രമേ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു വാക്കും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ദിവസം അച്ഛൻ പോകുമ്പോഴൊക്കെ പറഞ്ഞ് നമ്മൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാണ്ട് അവിടെ അവർ പോയിട്ടുമില്ല. നമ്മളോട് ഈ അന്വേഷണം അവർ പറഞ്ഞിട്ടുമില്ല. ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒരുപാട് വർഷമായി. ഇപ്പാണ് ഇത് വരുന്നത്. ഒരു പ്രാവശ്യം വന്നു. എന്നിട്ട് നമ്മൾ കണ്ണൂർ പോയിട്ട് അന്ന് അവർ പറഞ്ഞ് നമ്മൾ ശരിയാക്കാമെന്ന്. എന്നിട്ട് ആദ്യം ഈ പ്രാവശ്യം വന്നു. ഈ പ്രാവശ്യം വരുമ്പോഴാണ് നമ്മളിങ്ങനെ എല്ലായിടത്തും പോയി പറഞ്ഞതും ഇതിനെപ്പറ്റിയെല്ലാം ചെയ്യാമെന്ന് അവർ പറഞ്ഞ്. ഇന്നലെ ടീച്ചർ വന്ന് മറ്റു ടീച്ചറും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, നമ്മളെല്ലാം പരിഹാരം കാണാം. നമ്മൾ ഈ ജപ്തിയെല്ലാം ചെയ്തിട്ട് ഇവൾക്ക് ഒരുപാട് പൈസൻ്റെ മരുന്ന് വേണം, അതും വേണം. പിന്നെ 2 മക്കൾക്ക് ചിലവ് കൊടുക്കണം. പിന്നെ അവരെ കാര്യങ്ങളും നോക്കണം. ഇപ്പോഴത്തെ ആണുങ്ങളെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, കുറച്ചെങ്കിലും മദ്യം വെക്കാണ്ട് വീട്ടിലെത്തൂലോ. അതുകൊണ്ട് ഈ പണിക്കൂലി കിട്ടുന്നത് ചിലവിന് മാത്രമേ ഉണ്ടാവും. നമുക്ക് ഈ പൈസ അടച്ചു തീർക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. സംഭവം അറിഞ്ഞ് സ്ഥലം MLA KK ശൈലജ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമൊക്കെ ഇവരുടെ വീട്ടിലെത്തി ഇവരെ ആശ്വസിപ്പിച്ചു. ഈ വാക്കുകൾ മാത്രമാണ് ഇവർക്കിപ്പോൾ ഏക ആശ്വാസം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ദുരന്ത നിവാരണ വകുപ്പിന്റെ ലിവിംഗ് ലാബ് പദ്ധതി കണിച്ചാർ പഞ്ചായത്തിൽ അനുവദിച്ച് ഉത്തരവായതായി കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു. കണിച്ചാറിലെ ദുരന്ത ആഘാതങ്ങൾ ഒരു പ്രത്യേക കേസായി പരിഗണിച്ചാണ് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചത്. 2022 കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കണിച്ചാറിലെ ദുരന്ത ആഘാതങ്ങൾ ഒരു പ്രത്യേക കേസായി പരിഗണിച്ചാണ് കണിച്ചാർ പഞ്ചായത്തിൽ ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹസാഡ് ആൻഡ്
റിസ്ക് അനലിസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പരിശോധിക്കുകയും പ്രദേശത്ത് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വ്യക്തമാക്കി സർക്കാരിനെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കണിച്ചാറിന് ഒരു പ്രതിരോധശേഷിയുള്ള സമൂഹമായി മാറ്റാൻ സാമൂഹിക പിന്തുണ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് KSDMA 2022-27 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലിവിംഗ് ലാബ് എന്ന പേരിൽ കണിച്ചാർ പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പഞ്ചായത്തിൽ ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചിരിക്കുന്നതെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധരെ ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടെ എങ്ങനെയാണ് ഉൾപ്പൊട്ടലുണ്ടായതെന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയും ചെയ്യും. അവർ പഠനം നടത്തി ഇവിടെ ഉൾപ്പൊട്ടലുണ്ടായത് എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ച് അവരുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടുത്ത ടീം ഈ പ്രളയമുണ്ടായ ഈ നാട്ടിൽ നടപ്പാക്കേണ്ട അവരുടെ പ്രശ്നങ്ങൾ, ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളോട് ആവിഷ്കരിക്കുക എന്നതിനെ സംബന്ധിച്ച് അവർ കൃത്യമായ പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ ഇവിടെ ഈ മനുഷ്യർക്കിടയിൽ വരുമാന വർധന ഉണ്ടാക്കുന്നതിന് പല പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന റിപ്പോർട്ട് നൽകി. അതിൻ്റെ ഭാഗമായി ഈ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ദുരന്തങ്ങളുണ്ടാകുന്ന പ്രദേശത്ത് ലീവിംഗ് ലാബ് എന്ന് പറഞ്ഞ പദ്ധതി, അത് ഇൻ്റർനാഷണൽ പദ്ധതിയാണ്, ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളും അനുവദിക്കുന്നതല്ല, അത് ഏറ്റവും എഫക്റ്റ് ചെയ്ത പ്രദേശങ്ങളിൽ മാത്രം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഇവിടെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് സർക്കാർ നൽകി. സർക്കാർ അത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ സമർപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഒരു മാസം മുമ്പ് ഇതിൻ്റെ വകുപ്പ് മേധാവികളുമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ എന്നെ വിളിച്ച് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ലീവിംഗ് ലാബ് എന്ന പദ്ധതി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിന് അനുവദിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കെ സുധാകരൻ MP-യുടെ ശുപാർശ പ്രകാരമാണ് പേരാവൂർ ബ്ലോക്കിലെ കുനിത്തലമുക്ക് നാൽപ്പാടി വായന്നൂർ വെള്ളർവള്ളി റോഡിന് പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടി രൂപ അനുവദിച്ചതെന്നും ഇത് സംബന്ധിച്ച് പേരാവൂർ പഞ്ചായത്തിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും ജൂബിലി ചാക്കോ പറഞ്ഞു. കെ സുധാകരൻ MP-യുടെ ശുപാർശയെ തുടർന്ന് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുനിത്തലമുക്ക് വായന്നൂർ വെള്ളർവള്ളി റോഡിന് 11.03 കോടി രൂപയ്ക്ക് ഫണ്ട് അനുവദിച്ച് അതിന് ഭരണാനുമതി കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു പ്രസ്താവന ഞാൻ തരുവാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നതുകൊണ്ടാണ്. അതിനുണ്ടായ കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: PK ശ്രീമതി MP-യുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഒരു ഫണ്ട് അനുവദിച്ചത് എന്നാണ്. എന്നാൽ PK ശ്രീമതി MP ഇത്തരത്തിൽ ഒരു റോഡിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിന് വേണ്ടി ശുപാർശ ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല. അതിനുള്ള തെളിവാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. ഇതിനകത്ത് 20/8/2019 കെ സുധാകരൻ MP-യുടെ ശുപാർശ കത്താണ് ഈ റോഡിന് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള. അതിനു മുൻപ് PK ശ്രീമതി MP ഇത്തരത്തിലുള്ള ഒരു ശുപാർശ പോലും നടത്തിയതായിട്ട് ആർക്കും അറിവില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ കാണിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണം. ഒരുപാട് കാലമായി കുനിത്തല പ്രദേശത്തെ നിവാസികൾ, വെള്ളർവള്ളിയിലും അതുപോലെ തന്നെ വായന്നൂരേക്കും പോകുന്ന പ്രദേശവാസികൾ, ബസ് റൂട്ട് ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമായിട്ട് കൂടി ആ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്കെതിരായി ആളുകളടക്കം പ്രതികരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ അത്തരം പ്രതികരണം ഉണ്ടായ സമയത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ PK ശ്രീമതി MP 7.5 കോടി രൂപ ഇതിന് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു ഫ്ലക്സ് ബോർഡ് കുനിത്തല ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടക്കം ഫോട്ടോ വെച്ചുകൊണ്ടാണ് അന്ന് ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നത്. തുടർന്ന് അങ്ങോട്ട് ഇലക്ഷൻ അടുത്തപ്പോൾ പ്രദേശവാസികളുടെയും പേരാവൂരിലെ ആളുകളുടെയും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ഒരു തെറ്റായ തീരുമാനം മാത്രമായിരുന്നു അത്. തുടർന്ന് അങ്ങോട്ട് ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ വന്നപ്പോൾ തുടർന്ന് വന്ന MP-യുടെ അടുത്ത് ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ശുപാർശയുമായിട്ട് പോയത്. അതിനെ തുടർന്ന് ബഹുമാനനായ കെ സുധാകരൻ MP ഇതിന്
ഫണ്ട് അനുവദിക്കാൻ വേണ്ടി PMG പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുകയാണ് ഉണ്ടായത്. പേരാവൂർ ചെവടിക്കുന്നിൽ അപകട ഭീഷണിയിലായ മരം മുറിച്ചു മാറ്റിയില്ലെന്ന് മുസ്ലിം ലീഗ് പേരാവൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്ന വഴിക്കുള്ള അപകട ഭീഷണിയിലായ മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ. പേരാവൂർ ചെവടിക്കുന്നിലെ അപകട ഭീഷണിയിലായ മരം മുറിച്ചുമാറ്റിയില്ലെന്ന മുസ്ലിം ലീഗ് പേരാവൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്ന വഴിക്കുള്ള അപകട ഭീഷണിയിലായ മരം മുറിച്ചുമാറ്റിയില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പറഞ്ഞു. ഈ മരം ഇതിനു മുന്നേയും വാർത്തകളിൽ ഇടം തേടിയിട്ടുണ്ട്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മരം മുറിച്ചുമാറ്റുന്നതിനായി അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഫീഖ് CP പറഞ്ഞു. നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരം PWD ഇരിട്ടി എഞ്ചിനീയർ ഭാഗത്ത് അപേക്ഷ കൊടുക്കുകയും നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ ഈ പുറകെ കാണുന്ന ഈ മരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 70% റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ മലയോര മേഖലയിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ മഴ, ഒരു പരിധി വരെ ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതിൻ്റെ കാരണവും അതുപോലെ തന്നെ നിരന്തരമായിക്കൊണ്ട് ഫയർഫോഴ്സിൻ്റെ ആൾക്കാരൊക്കെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഓടുന്നതിൻ്റെ ഒരു പരിധി വരെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വഴിവക്കിലുള്ള വീഴാറായ മരങ്ങൾ. നമ്മൾ ഈ മഴക്കാലം വരുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. മഴക്കാലം വരുമ്പം മാത്രമാണ് ഇതിനെക്കുറിച്ച് നിരന്തരം ആവലാതിയും വേവലാതിയും പറയുന്നത്. നമ്മളെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മുസ്ലിം ലീഗിൻ്റെ പേരിൽ പേരാവൂർ ടൗണിൽ വെച്ച് കൃത്യമായി നമ്മൾ ഫോക്കസ് ചെയ്ത് 9 മരങ്ങളെ ലിസ്റ്റ് ഇരിട്ടി PWD മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ 9 മരത്തിൽ 3 മരം ഓൾറെഡി ഇപ്പം എടത്തൊട്ടി കല്ലേരിമല ഭാഗത്ത് വീണ് കഴിഞ്ഞു. അതുപോലെ ഈ ഒരു മരം നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ആ മരം വീഴില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന തൊണ്ടി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ഹൈസ്കൂള്, സെൻറ്റ് ജോൺസ് UP സ്കൂള്, മണത്തണ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ഒരുപാട് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഇത്രയും വലിയൊരു മരം ഒരു 70% റോഡിലേക്ക് ചാഞ്ഞു നിന്നിട്ട് യാതൊരു ഇതിന് ഒരു റെസ്പോൺസിബിളില്ലാത്ത ഒരു ഭരണ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അധികാരികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്ന കണ്ടീഷനിലേക്ക് പോകണം. ഇന്നിപ്പോൾ ഈ നമ്മൾ സൂചിപ്പിച്ച മരത്തിനോട് ചേർന്നിട്ടുള്ള 2 മരത്തിൻ്റെ കൊമ്പുകൾ ഇന്നിവിടെ പൊട്ടി വീണു. ഈ ചെവിടിക്കുന്ന ഭാഗത്ത് ഇന്ന് വീശിയടിച്ച കാറ്റിൽ ഏകദേശം 17ഓളം മരങ്ങളാണ് റോഡിലേക്കും അതുപോലെ തന്നെ വീടിൻ്റെ മേലിലേക്കായിട്ട് പതിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഈ മരം ഉടനെ മുറിച്ചു മാറ്റാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. മരം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. മഴ കനക്കുമ്പോൾ ഇതുവഴി പോകുന്നവർ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. ഇനിയെങ്കിലും മരം മുറിച്ചു മാറ്റണമെന്നാണ് മുസ്ലിം ലീഗ് പേരാവൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗങ്ങളായ റദീഖ് KC, നൌഫൽ, ഷംസീർ, മുനീർ, ഷെഫീഖ്, അജ്മൽ എന്നിവർ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കനത്ത മഴയിൽ തൊഴുത്ത് തകർന്നു വീണു പശുവിന് പരിക്ക്. ഇരിട്ടി വികാസ് നഗറിലെ വി നളിനിയുടെ വീടിന്റെ തൊഴുത്താണ് വെള്ളിയാഴ്ച രാവിലെ തകർന്നു വീണത്. വെള്ളിയാഴ്ച രാവിലെയുണ്ടായ അതിശക്തമായ കാറ്റിലാണ് ഇരിട്ടി വികാസ് നഗറിലെ വി നളിനിയുടെ തൊഴുത്ത് തകർന്നു വീണത്. തൊഴുത്തിനുള്ളിലുണ്ടായിരുന്ന കറവപ്പശുവിന്റെ കാലിനാണ് പരിക്ക് പറ്റിയത്. കാല് പൊട്ടി ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. 15 ദിവസം മുൻപാണ് പശു പ്രസവിച്ചത്. കിടാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരിട്ടി നഗരസഭയിലെ DYFI യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ തൊഴുത്തിനു മുകളിൽ വീണ മരം മുറിച്ചു നീക്കി തൊഴുത്ത് പുനർനിർമ്മിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വീടിനു മുകളിൽ മരം കടപുഴകി വീണു. പായം പഞ്ചായത്ത് കേളം പീടികയിലെ മൂസാം പീടികയിൽ കൊഴുക്കുന്നോൻ അനിതയുടെ വീടിന് മുകളിലാണ് വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം കാറ്റിൽ വാഴകൾ നശിച്ച അയ്യങ്കുന്ന് പഞ്ചായത്ത് ചരളിലെ മേലെപ്പുരയ്ക്കൽ ലാലിന്റെ വാഴത്തോട്ടം CPIM നേതാക്കൾ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വാഴകൾ നശിച്ച അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ചരളിലെ മേലെപ്പുരയ്ക്കൽ ലാലിന്റെ വാഴത്തോട്ടം CPIM നേതാക്കൾ സന്ദർശിച്ചു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ശ്രീധരൻ, ബിനോയ് കുര്യൻ, ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ലോക്കൽ സെക്രട്ടറി ദിലീപ് മോഹനൻ, ബിജോയ് പ്ലാത്തോട്ടം, അബ്രഹാം മാസ്റ്റർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.
ചുഴലിക്കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. മുണ്ടയാംപറമ്പ് നട്ടേലിലെ വെള്ളാപ്പാട്ടേൽ സനിൽകുമാറിന്റെ വീടിന്റെ മേൽക്കൂരയാണ് ചുഴലിക്കാറ്റിൽ തകർന്നത്. വെള്ളിയാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലാണ് വീടിന്റെ ആസ്ബറ്റോസ് ഷീറ്റുകൾ തകർന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മുടക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മുഴക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമൽ ബാബു രാജ് അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP നമേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷിൻസ്കെ ജോൺ, തസ്വീർ വിളക്കോട്, നിസാർ, പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP മുസ്തഫ, ജനറൽ സെക്രട്ടറി KM ഗിരീഷ്, വി പ്രകാശൻ, സജിത മോഹൻ, VD ജോസ്, CK മോഹനൻ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിൻ്റെ ഭൂപടം കേന്ദ്രമന്ത്രിക്ക് അയച്ചു. കേരളത്തെ അവഗണിച്ച് ഇന്ന് കേരളത്തിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള സമരപരിപാടികൾ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. SSF ഇരട്ടി ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 27-28 തീയതികളിൽ മുരിങ്ങോടിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SSF ഇരട്ടി ഡിവിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ പേരാവൂർ മുരിങ്ങോടിയിൽ നടക്കുമെന്ന് സംഘാടകർ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ SSF ഇരട്ടി ഡിവിഷൻ സാഹിത്യോത്സവ് 2024 ശനി ഞായർ ദിവസങ്ങളിലായിട്ട് മുരിങ്ങോടിയിൽ വെച്ച് നടക്കുകയാണ്. വളരെ വിപുലമായ രീതിയിലുള്ള മത്സര പരിപാടിയാണ് നടക്കുന്നത്. വിവിധ മദ്രസകളിൽ നിന്നുള്ള മത്സരാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ മത്സര പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ മജീദ് ദാരിമി പതാക ഉയർത്തും. ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്യും. രാത്രി ആസ്വാദന സദസ്സ് SSF ജില്ലാ സെക്രട്ടറി റസീൻ അബ്ദുള്ളയുടെയും അലിഫ് പ്രിൻസിപ്പാൾ സിദ്ദിഖ് മഹ്മൂദി വെളിയിലിൻ്റെയും പ്രഭാഷണം എന്നിവ നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 10 മണിക്ക് പതാക ഉയർത്തും. സ്വാഗത സംഘം ചെയർമാൻ മജീദ് ദാരിമി പതാക ഉയർത്തുന്നതോടുകൂടെ പരിപാടിയുടെ തുടക്കമാവും. നാളെ ഉദ്ഘാടന സെഷനിൽ പ്രശസ്ത കവി എഴുത്തുകാരനുമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ജിനേഷ് കുമാർ എരമം ആണ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സാഹിത്യോത്സവിൻ്റെ പ്രമേയ പ്രഭാഷണം SSFൻ്റെ ജില്ലാ സെക്രട്ടറി റസീൻ അബ്ദുള്ള നിർവഹിക്കും. 1993 ആരംഭിച്ച SSF സാഹിത്യോത്സവിന് 31 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മറ്റ് കലാമാമാങ്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യോത്സവിനെ കുറച്ചുകൂടി പോപ്പുലറാക്കുന്നത് കുട്ടികളിൽ ആവേശത്തിൻ്റെ കല രൂപപ്പെടുന്നതിനപ്പുറം വിദ്യാർത്ഥികളിൽ ധാർമ്മിക മൂല്യമുള്ള സംസ്കാര ശുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6-ന് സമാപന സമ്മേളനം SYS സംസ്ഥാന സെക്രട്ടറി RP ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മുസ്ലിം ജമായത്ത് ഇരിട്ടി സോൺ സെക്രട്ടറി അബ്ദുൽ സലാം സഖാഫിയുടെ പ്രഭാഷണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഷ്റഫ് ചെവടിക്കുന്ന, ഡിവിഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിഥിലാജ് സഖാഫി, കൺവീനർ ഷാഫി അമാനി, C ജസീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു. വിമുക്ത ഭടൻ ക്യാപ്റ്റൻ KP പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. വിമുക്ത ഭടൻ ക്യാപ്റ്റൻ KP പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു.
കാരണം ഞാൻ ഈ സ്കൂളിലെ 1980 മുതൽ 84 വരെയുള്ള കാലഘട്ടത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അതിനാൽ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന ഈ സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ, ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കാനും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ജൂലൈ 26 കാർഗിൽ വിജയ ദിവസത്തിൽ നിങ്ങളോട് സംവദിക്കാനും സാധിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ജൂലൈ 26 കാർഗിൽ വിജയ ദിവസമായി ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ധീരതയോടെ വിരിമാറ് കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ കാപാലികൾക്ക് മുന്നിലേക്ക് നടന്നു ചെന്ന ഒരുപാട് സൈനികരെ സ്മരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. വളരെ വിപരീതമായ കാലാവസ്ഥ, അതിദുർഘടമായ മലനിരക്കുകൾ എല്ലാം തരണം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി ഇന്ത്യയുടെ പരിപാവനമായ മണ്ണ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി നമ്മുടെ ധീര സൈനികർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 1999 മെയ് മാസം അതിശൈത്യമുള്ള മലനിരകളിൽ ആട്ടിടയന്മാർ കണ്ടെത്തിയത് പാകിസ്ഥാൻ പട്ടാളക്കാരും അതുപോലെ തീവ്രവാദികളും ഇന്ത്യൻ പ്രദേശത്ത് നുഴഞ്ഞു കയറിയതായി ഇന്ത്യൻ ക്യാമ്പുകളിൽ വന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. NCCയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് സന്തോഷ് കൊയ്റ്റി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ M. പുരുഷോത്തമൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി KN ഷീബ, SRG കൺവീനർ സെറീന, സ്കൗട്ട് മാസ്റ്റർ പ്രസാദ്, NCC ഓഫീസർ ശ്രീജിത്ത് തോമസ്, കേഡറ്റ് M. ദേവിക തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റിന്റെ സ്ഥാനമൊഴിയുന്ന സന്തോഷ് കൊയ്റ്റിയെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും 3 കോടി രൂപയുടെ റിസർച്ച് സ്കോളർഷിപ്പ് നേടിയ വിളക്കോട് സ്വദേശിനി PA സങ്കീർത്തനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളക്കോട് മേഖലാ കമ്മിറ്റി സ്നേഹാദരവ് നൽകി. കോൺഗ്രസ് പേരാവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP മുസ്തഫ ഉപഹാരം നൽകി. പഞ്ചായത്ത് അംഗം B. മിനി, NM നിസാർ, KK ഗിരീഷ്, ജാരിയ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. മേനച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ 2024 പാരീസ് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്തി. കോളയാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉമാദേവി ഉദ്ഘാടനം ചെയ്തു. മേനച്ചോടി ഗവൺമെന്റ് UP സ്കൂളിൽ 2024 പാരീസ് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്തി. കോളയാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉമാദേവി ദീപം കൊളുത്തി പ്രയാണം ആരംഭിച്ചു. നമ്മുടെ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള ഇന്നത്തെ ദീപശിഖ പ്രയാണം മഴയെ അതിജീവിച്ച് നമ്മളെല്ലാവരും മനോഹരമായിട്ട് ഇവിടെ നടത്താൻ കഴിഞ്ഞത് തിരികെ സന്തോഷമുണ്ട്. ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ഉത്സാഹം, ഈ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. പ്രധാനാധ്യാപകൻ VK ഈസ, കായികാധ്യാപകൻ K. അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിനോടനുബന്ധിച്ച് മുഴക്കുന്ന PPRM UP സ്കൂളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ KM ജയചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പാരീസിൽ നടക്കുന്ന 33ാമത് ഒളിമ്പിക്സിന്റെ ഭാഗമായാണ് മുഴക്കുന്ന് PPRM UP സ്കൂളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പരിപാടി ഹെഡ്മാസ്റ്റർ KM ജയചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. K. വിനോദ് കുമാർ, V. മിഥുന,
എൽജിന റോസ്, KS ജോസ്, ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒളിമ്പിക്സിന്റെ ഭാഗമായി ആൽബം നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചെട്ടിയാംപറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കവിയും ചിത്രകാരനുമായ അനിൽ പുനർജനി നിർവഹിച്ചു. ചെട്ടിയാംപറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കവിയും ശില്പിയും ചിത്രകാരനുമായ അനിൽ പുനർജനി നിർവഹിച്ചു. ഞാൻ പഠിച്ച് വളർന്നു വന്നൊരു കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. ഇന്ന് നമുക്ക് യാതൊരു കാര്യത്തിനും ഒരു കുറവില്ലാതെ ചോദിക്കുന്നതൊക്കെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ നല്ല സൗകര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയില്ല. ശരി, കാണപ്പെട്ട ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ പണ്ട് മുതൽ നമ്മൾ കേട്ട് വന്നിട്ടുള്ളത് അമ്മയാണ് കാണപ്പെട്ട ദൈവം, അതുപോലെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അമ്മയോളം തന്നെ അതേ നിലയിൽ നിർത്താൻ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എൻ്റെ അധ്യാപകരാണ്. കാണപ്പെട്ട ദൈവങ്ങളുടെ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ അധ്യാപകരെ കണ്ടിട്ടുള്ളത്. അത് പറയാനൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ വളർച്ചയുടെ ഓരോ പടിയും ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും നിങ്ങളുടെ പ്രായത്തിൽ എൻ്റെ ഉള്ളിൽ എന്താണ് കഴിവ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട വെള്ളവും വളവും തന്ന് അത് വേണ്ട രീതിയിൽ സംരക്ഷിച്ച് അതിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ഗിരീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ ജോണി, മദർ PTA പ്രസിഡന്റ് അമ്പിളി വിനോദ്, സീനിയർ അസിസ്റ്റന്റ് PV വിജയശ്രീ, സ്കൂൾ ലീഡർ മിത്രലക്ഷ്മി, ശ്രീവേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ തീവ്ര പരിപാടികൾ, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. വ്യത്യസ്തമായ ക്ലബ്ബുകളുടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയിലൂടെ വ്യത്യസ്തമായ ക്ലബിന്റെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊക്കെയും നമ്മുടെ ഓരോ കഴിവുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും മാതൃകാ വ്യക്തിത്വങ്ങളായി ഓരോ കുട്ടികളും തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മത്സര വിജയികൾക്കുള്ള സമ്മാനദാന വിതരണവും നടന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂൾ 2024-25 വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പരിപാടി റിട്ടയർഡ് CI NJ മാത്യു ഉദ്ഘാടനം ചെയ്തു. William Shakespeare, the greatest dramatist of this world, told, "All the world is a stage, and we, men and women, are merely players. We have our exits and entrances, but one man plays many roles in his lifetime." So these elected members of the cabinet, now they are playing the roles of cabinet ministers, but it is not a mere role, but they are role models. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൺസ് ടോം, ഷെയ്ഖ്സ് മാർട്ടിൻ, അധ്യാപക പ്രതിനിധികളായ PM ബാബു, ഫാത്തിമ റിദ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വാണിജ്യം. പേരാവൂർ കുനിത്തലമുക്കിൽ സറ ആർക്കേഡ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. പേരാവൂർ കുനിത്തലമുക്കിൽ സറ ആർക്കേഡ് കെട്ടിട സമുച്ചയത്തിന്റെയും AC, non-AC റൂമുകളുടെയും ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം, യാത്ര വളരെ കൂടുതലാണ്. യാത്രയുടെ ഭാഗമായിട്ട് പലപ്പോഴും താമസിക്കേണ്ട സാഹചര്യം വരുന്നു. പിന്നെ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, മാറി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അവരാണെങ്കിലും അവർക്കൊരു വീടോ ക്വാർട്ടേഴ്സോ ഒക്കെ കിട്ടുന്നതിന് മുൻപിൽ അവർക്ക് തൽക്കാലത്തേക്ക് വൃത്തിയിൽ താമസിക്കാൻ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റും ഇവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ വളരെ മനോഹരമായിട്ട് ഭംഗിയിൽ സൗകര്യപ്രദമായിട്ട് ഈ സാറ ആർക്കേഡ്, സാറ എന്ന് പറയുന്നത് റഫീഖിൻ്റെ മകളുടെ പേരാണെന്ന് മനസ്സിലാക്കുന്നു. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നല്ല സംവിധാനം. പണമുണ്ടായാൽ മാത്രം പോരാ, അതിനെ പൊതുജന ഉപകാരപ്രദമായ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താനും സൗകര്യപ്പെടുത്താനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിയും ഒരു ശൈലിയും എന്നാൽ വിനയത്തിൻ്റെ ലാളിത്യത്തിൻ്റെയും ഉടമയാണ് റഫീഖ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാ
നന്മകളും നേരുകയാണ്. ബഷീറിവിടെ പറഞ്ഞതുപോലെ ഞാൻ സത്യത്തിൽ ബഷീർ വിളിച്ചപ്പം വ്യാപാരി സംഘടനയുടെ ചേംബറിൻ്റെ ഒരു പരിപാടിയായിരിക്കും വിചാരിച്ച് ഞാനങ്ങ് ഏറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വയനാടിൽ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സംഘടനാപരമായ ചുമതല കൂടി കിട്ടിയത്. അപ്പോൾ ഞാനിന്ന് വയനാട് പോകാൻ തീരുമാനിച്ചപ്പോൾ ബഷീറിനോട് സാധാരണ ഒരു അനുമതിക്ക് വേണ്ടി ചോദിച്ചു. ഞാനങ്ങ് ഒഴിവായാലെന്ന് ചോദിച്ചു. അപ്പോൾ ബഷീർ ഒരു മനസ്സോടെ സമ്മതം പോയി. മനസ്സോടെ അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് സാധാരണഗതിയിൽ ഒഴിവായിക്കോ എന്ന് പറയുന്നതിന് പകരം ആ പരിപാടിയുടെ നോട്ടീസ് എനിക്ക് ഇട്ടു തന്നു. വാട്സപ്പിൽ നോട്ടീസ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അർത്ഥം ഒഴിവാകരുത്. അതുകൊണ്ട് ഞാൻ വയനാട്ടിൽ നിന്ന് നേരത്തെ പോരുകയത്. അവിടെയൊക്കെ ഒരുവിധം നല്ലതായതുകൊണ്ട് നേരത്തെ വരാൻ പറ്റി. ഏതായാലും വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിനെ കാണുകയാണ്. പേരാവൂർ ഈ കുണിത്തല പ്രദേശത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞു. പല സർക്കാർ ഓഫീസുകളും പ്രമുഖ വ്യക്തികളൊക്കെ താമസിക്കുന്ന ഒരു മേഖലയാണ്. റോഡ് വികസനത്തിന് നമുക്ക് കുറച്ചും കൂടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ആസിറ്റീസ് ഇരിട്ടി പേരാവൂർ നെടുമ്പോയി റോഡിൻ്റെ ഒരു 5 കോടിയുടെ ഓവർലേ വരുന്നുണ്ട്. അത് എവിടം വരെ എത്തും? ജൂലിയുടെ വീട് വരെയാണോ അല്ല എവിടം വരെയാണോ? നമുക്ക് വരെയെന്നാണ് പറഞ്ഞത്. ഏതായാലും അതിൻ്റെ ഒരു സൗകര്യം ബാക്കി നമുക്ക് തുടർന്ന് അതിൻ്റെ പരിശ്രമങ്ങൾ നടത്താം. വികസിച്ച് വരുന്ന ഒരു മേഖല തന്നെയാണ് പേരാവൂരിനും. നമ്മുടെ പട്ടണങ്ങൾക്കുള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ പേരാവൂർ ഇപ്പോൾ ബൈപ്പാസൊക്കെ വിമാനത്താവളത്തിൻ്റെ ബൈപ്പാസ് റോഡ് വരുമ്പോൾ കൂടുതൽ വികസന സാധ്യതകൾ ആ മേഖലയ്ക്ക് വരും. അപ്പോൾ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായി നിൽക്കുന്ന ഘടകങ്ങൾ കെട്ടിടങ്ങളാണ്, റോഡ് സൗകര്യങ്ങളാണ്. അതിൽ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയതിനുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സാറ ആർക്കൈഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. റൂമുകളുടെ ഉദ്ഘാടനം പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ നിർവഹിച്ചു. UMC കണ്ണൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നർത്തൂക്കിൽ അധ്യക്ഷത വഹിച്ചു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, K രജീഷ്, അഡ്വക്കേറ്റ് ഷഫീർ ചെക്കാട്ട്, ഷിജിത് വായന്നൂർ, കൂട്ട ജയപ്രകാശ്, KK രാമചന്ദ്രൻ, KM ബഷീർ, ഷബി നന്ദിത്ത, ജിതിൻ, വിപിൻ, SMK മുഹമ്മദ് അലി, റഫീഖ് കോയിലോട്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചർമ്മം. കോളയാട് കക്കംതോടിലെ വാര്യാട്ട് എലൻ ജെയിംസ് അന്തരിച്ചു. 23 വയസ്സായിരുന്നു. ജെയിംസ് ജിൻസി ദമ്പതികളുടെ മകനാണ്. സഹോദരങ്ങൾ ലിഡിയ, എൽജിൻ. സംസ്കാരം ശനിയാഴ്ച 3 മണിക്ക് ആലശ്ശേരി അസംഷൻ പള്ളി സെമിത്തേരിയിൽ. ഇരിട്ടി കല്ലുമുട്ടിയിലെ ആഷ്യാഗൻ വില്ലയിൽ പൗളിന റോച്ച അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ വർഗീസ് പീറ്റർ, മക്കൾ ജോൺസൺ, പീറ്റർ, റീന, മോളി, ഷേർലി, മരുമക്കൾ റൈനോഡ്, മോഹൻ, രാജൻ, വിക്ടർ, ഡെയ്സി. കൊട്ടിയൂർ ഇരട്ടത്തോട്ടിലെ താളിക്കല്ലുങ്കൽ ജോസ് അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ഭാര്യ അന്ന, മക്കൾ വിൻസൻ, ഷീന, മരുമക്കൾ പ്രജീന, ടോമി. കൊട്ടിയൂർ വെങ്ങലോടിയിലെ പുത്തൻപുരയ്ക്കൽ PK നാരായണൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ഭാര്യ സുശീല, മക്കൾ അജിന, അജയ്, മരുമകൻ ജിനീഷ്. നീണ്ടുനോക്കിയിലെ മുണ്ടിയാനിയിൽ മേരി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ മത്തായി, മക്കൾ ജോസ്, തങ്കമ്മ, വത്സമ്മ, ഷാജി, സലോമി, ആൻസി, മിനി, സിസ്റ്റർ ബിന്ദു, മരുമക്കൾ ഏലിയമ്മ, ജോയ്, ജോസ്, ഷാലി, സണ്ണി, ഷാജി, ജോസ്. സംസ്കാരം ശനിയാഴ്ച 2 മണിക്ക് കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 212, പേരാവൂർ 212, കൊട്ടിയൂർ 214. റബ്ബർ ലോട്ട ഇരിട്ടി 192, പേരാവൂർ 202, കൊട്ടിയൂർ 204. ഒട്ടുപാൽ ഇരിട്ടി 122, പേരാവൂർ 132, കൊട്ടിയൂർ 130. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 625, കൊട്ടിയൂർ 620. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6400, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ ലക്ഷങ്ങളുടെ നാശം. നിരവധി വീടുകളും കാർഷിക വിളകളും നശിച്ചു. KSEBിക്ക് കേളകം സെക്ഷനിൽ മാത്രം 50 ലക്ഷം രൂപയുടെ നാശം.
മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. ആറളം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും മഞ്ഞപ്പിത്തം. പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും തേക്കുമരങ്ങൾ മോഷണം പോയ സംഭവം ജനപ്രതിനിധികളിൽ പ്രതീക്ഷയർപ്പിച്ച കുടുംബം. ദുരന്ത നിവാരണ വകുപ്പിന്റെ ലിവിംഗ് ലാബ് പദ്ധതി കണിച്ചാർ പഞ്ചായത്തിൽ അനുവദിച്ച് ഉത്തരവായി. കണിച്ചാറിലെ ദുരന്ത ആഘാതങ്ങൾ ഒരു പ്രത്യേക കേസായി പരിഗണിച്ചാണ് ലിവിംഗ് ലാബ് പദ്ധതി അനുവദിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.